ഇടുക്കി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുത്തി വാഗമണിൽ സ്വകാര്യ എസ്റ്റേറ്റ് ഉടമകൾ നിർമ്മിച്ച തടയണയിൽ അപകടകരമായ നിലയിൽ ബോട്ടിംഗ് അതീവ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിർത്തിവെച്ച ബോട്ടിംഗാണ് പുനരാരംഭിച്ചിരിക്കുന്നത്. ഇടുക്കി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുത്തി വാഗമണിലെ പ്ലാന്റേഷൻ ഉടമകൾ നിർമ്മിച്ച തടയണകൾ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് പൊളിച്ചു കളയണമെന്നും ജില്ലാ ഭരണകൂടം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് നിലനിൽക്കെയാണ് വാഗമണിലെ MMJ പ്ലാന്റേഷൻ അനധികൃത തടയണയ്ക്കുള്ളിൽ ബോട്ടിംഗും നടത്തുന്നത്. മുമ്പ് റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബോട്ടിംഗ് നിർത്തിവെപ്പിച്ചിരുന്നു. എന്നാൽ ടൂറിസം സീസൺ ആയതോടെ ഇവർ വീണ്ടും ബോട്ടിംഗ് ആരംഭിച്ചു. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇവിടെ ബോട്ടിംഗ് നടത്തുന്നത്. മുതിർന്നവരാരും കൂടെയില്ലാതെ വിനോദസഞ്ചാരികളായ സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെ ബോട്ട് തുഴയുന്ന ദൃശ്യങ്ങളാണിത്. ബോട്ടിന് പിന്നിൽ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും അലക്ഷ്യമായി ഇരുത്തിയിരിക്കുന്നു. ഈ ബോട്ടുകൾ നിയന്ത്രിക്കുന്നതും കുട്ടികൾ തന്നെ. നാലു പേർക്ക് കയറാവുന്ന ചെറിയ ഫൈബർ വള്ളങ്ങളിൽ 10 പേരെ വരെ കുത്തി നിറച്ചാണ് യാത്ര. അപകടം സംഭവിച്ചാൽ രക്ഷയ്ക്കുള്ളത് കരയിൽ നിൽക്കുന്ന 2 ജീവനക്കാർ മാത്രം. ആഴം കൂടിയ ജലാശയത്തിൽ ഏതു നിമിഷവും അപകടത്തിന് സാധ്യതയുണ്ടെന്ന് ഉടമകൾ തന്നെ സ്ഥാപിച്ച ഈ അപായ സൂചന ബോർഡിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് വിനോദസഞ്ചാരികളുടെ ജീവനും പ്രകൃതിക്കും ഉടമകൾ കൽപ്പിക്കുന്നത് പുല്ലുവില മാത്രമെന്ന് വ്യക്തം. വാഗമണിലെ അനധികൃത തടയണകളും അതോടനുബന്ധിച്ചുള്ള ബോട്ടിംഗും നിരവധി പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. എന്നിട്ടും ഇവ ഇപ്പോഴും നിർബാധം തുടരുന്നതിനു പിന്നിലെ കാരണം എന്താണെന്നാണ് അന്വേഷിക്കേണ്ടത്. വാഗമണിൽ നിന്നും ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.